അഫ്ഗാനിസ്ഥാൻ T20യിൽ വലിയ പ്രകടനം സഞ്ജുവിനെ കാഴ്ചവെക്കാൻ സാധിച്ചില്ല. ഇപ്പോഴത്തെ സഞ്ജു രഞ്ജി ട്രോഫിയിൽ തകർത്തടിച്ചിരിക്കുകയാണ്. രഞ്ജിയിൽ T20 പോലെയാണ് സഞ്ജു ഇന്ന് കളിച്ചത്. സഞ്ജുവിന്റെ കളി കണ്ട് കണ്ണു തള്ളിയിരിക്കുകയാണ് ക്രിക്കറ്റ് ആരാധകർ. 5-ാം നമ്പറിലാണ് സഞ്ജു ഇന്ന് ബാറ്റ് ചെയ്യാൻ വന്നത്. ഇന്ന് മുംബൈക്കെതിരെയാണ് സഞ്ജുവിന്റെ വെടിക്കെട്ട് ബാറ്റിംഗ്. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിനാണ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. അഫ്ഗാനിസ്ഥാൻ T20യിൽ ഒരു മാച്ചിൽ മാത്രമാണ് സഞ്ജുവിന് അവസരം കൊടുത്തത്. അതിലാണെങ്കിൽ സഞ്ജുവിന് ഫോം ആകാനും സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ സഞ്ജു ആ സീരീസ് കഴിഞ്ഞ് ഉടനെ തന്നെ രഞ്ജി ട്രോഫിയിൽ ജോയിൻ ചെയ്തു. ഇന്ന് കേരളം മുംബൈക്കെതിരെയാണ് കളിച്ചത്. മുംബൈ ഫസ്റ്റ് ഇന്നിംഗ്സിൽ 251 റൺസിന് ഓൾ ഔട്ടായി. കേരളം ഫസ്റ്റ് ഇന്നിംഗ്സിൽ 244 റൺസ് എടുത്ത് ഓൾ ഔട്ടായി. ഇതോടുകൂടി 7 റൺസിന്റെ ലീഡ് മുംബൈക്ക് കിട്ടി. സഞ്ജു ഇന്ന് 5 ക്യാച്ചുകളാണ് പിടിച്ചിട്ടുണ്ടായിരുന്നത്. സഞ്ജു കീപ്പിംഗിൽ പുലിയായിരുന്നു. ഇന്ന് സച്ചിൻ ബേബി രോഹനും 50 അടിച്ചു. 5-ാം നമ്പറിൽ ഇറങ്ങിയ സഞ്ജു വെടിക്കെട്ട് ബാറ്റിംഗ് ആണ് പുറത്തെടുത്തത്. 5 ബൗണ്ടറിയാണ് സഞ്ജു ഇന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. ടോട്ടൽ 38 റൺസ് സഞ്ജു എടുത്തു. ടെസ്റ്റിൽ T20 പോലെയാണ് സഞ്ജു കളിച്ചത്. സഞ്ജുവിന്റെ ബാറ്റിംഗ് ശൈലി തന്നെ മാറിയിരിക്കുകയാണ്. മികച്ച പ്രകടനം പുറത്തെടുത്ത് T20 വേൾഡ് കപ്പിലേക്ക് തിരിച്ചു വരാനാണ് സഞ്ജുവിന്റെ പദ്ധതി. സഞ്ജു ഇപ്പോൾ T20 ശൈലിയിൽ മാത്രമാണ് കളിക്കുന്നത്. രഞ്ജി ട്രോഫിയിൽ ആരും T20 പോലെ കളിക്കാറില്ല. എന്നാൽ സഞ്ജു അവിടെയും T20 പോലെയാണ് ഇന്ന് കളിച്ചത്. എല്ലാ ബോളേഴ്സിനും കണക്കിന് കൊടുത്തു. പിന്നീട് ഇപ്പോൾ മുംബൈ സെക്കൻഡ് ഇന്നിംഗ്സിന് ഇറങ്ങിയിരിക്കുകയാണ്. ഇന്ന് സ്റ്റംപ് എടുക്കുമ്പോൾ മുംബൈ 105 റൺസ് എടുത്തിട്ടുണ്ട്. അവരുടെ ഒരു വിക്കറ്റ് പോലും പോയിട്ടില്ല. ഇനി നാളെ കേരളം ബൗളിങ്ങിൽ ശക്തമായിട്ട് തിരിച്ചു പിടിക്കുമെന്ന് തന്നെ കരുതാം. കേരളത്തിന് ബൗളിങ്ങിൽ വിശ്വാസമുണ്ട്. രഞ്ജി ട്രോഫിയിൽ എന്തായാലും സഞ്ജു മികച്ച കളിയാണ് പുറത്തെടുത്തത്. ഇനി വരാനിരിക്കുന്ന സീരീസിൽ സഞ്ജുവിന് അവസരം കിട്ടുമെന്നത് നോക്കി തന്നെ കാണേണ്ടി വരും. ഇനി അടുത്തത് ഇംഗ്ലണ്ടുമായിട്ടുള്ള ടെസ്റ്റാണ്. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിനോട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.